പിന്നെ വിവാഹ തട്ടിപ്പുകാരി രേഷ്മയുടെ അണിയറ കഥകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വരികയാണ്. അത് പുറത്തു പറയാൻ പറ്റുന്നത് മാത്രം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പുറത്തു പറയാൻ പറ്റുന്നത് കുറവാണെങ്കിലും പറയാം. അതായത് ഈ വിവാഹ തട്ടിപ്പുകാരി രേഷ്മയെ സംബന്ധിച്ചിടത്തോളം, രേഷ്മ വിവാഹ തട്ടിപ്പ് നടത്തുന്നത്, സാധാരണ പുരുഷന്മാർ വിവാഹ തട്ടിപ്പ് നടത്തുന്നത് പറഞ്ഞാൽ പണം അപഹരിക്കാൻ പറ്റും. അപ്പം നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ടും രേഷ്മ എന്തിനായിരിക്കും? രേഷ്മയെ പണം അപഹരിക്കുന്നത് തന്നെയാണ്. അപ്പൊ പ്രേംലാൽ ചോദിക്കും എന്താണത്, എങ്ങനെ പണം അപഹരിക്കും? അതായത് ഇവര് ഒരു വിവാഹിതയാണെന്നോ ഒരു കുട്ടിയുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പരസ്യം കൊടുത്തിട്ട് ഈ അപ്പൊ ഓരോരുത്തർ ഫോണിൽ ബന്ധപ്പെടുമല്ലോ, ബന്ധപ്പെടുമ്പം അവരെ വിശ്വാസ്യത നേടാനായിട്ട് അനാഥയാന്നുള്ള ഒരു ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ കെണിയിൽ വീഴ്ത്തും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വരുന്ന പുരുഷൻ താലിമാലയും സ്വർണവും ഒക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് വിവാഹം നടത്തും. അങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ വിവാഹത്തിന് സജ്ജമായി വരുന്നത്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 15ഓളം വിവാഹങ്ങൾ നടത്തി എല്ലാവരും തട്ടിച്ച് അവരിൽ നിന്ന് കാശും ഒക്കെ അടിച്ചു മാറ്റി ജീവിക്കുന്ന രേഷ്മ എന്ന പേരുള്ള 30 വയസ്സുകാരിയുടെ വാർത്ത, അവരെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഏറ്റവും അവസാനം ഇവരെ ഇതിന് തൂക്കി. ഇവർക്കൊരു കുട്ടിയുണ്ട്. ഇവർക്ക് 10ലധികം ആളുകളെ തട്ടിച്ചു, അവർ സ്വർണ്ണമൊക്കെ അപഹരിച്ചു, വിവാഹ തട്ടിപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതുള്ളത്. ഇത് പറയാത്ത ആളുകൾ കുറേ ഉണ്ട്. അപ്പോൾ 15ഓളം ആളുകളുടെ മൊത്തം കണക്ക് കിട്ടിയിട്ടുള്ളത്. അതുമല്ലാണ്ട് നാണക്കേട് കൊണ്ട് ഇത് പുറത്ത് പറയാത്ത ആളുകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറയണത്. അതായത് ഇവർ രാത്രി സമയത്ത് അലാറമൊക്കെ വെച്ചിട്ട് എണീറ്റിട്ട് അത്ര ഓരോരുത്തർ സംസാരിക്കുക. അതായത് ഇത്രയും ആൾക്കാരുടെ ഇപ്പോൾ ഒരു സമയത്ത് കല്യാണം കഴിച്ചിട്ടുള്ള 5-6 ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവരോട് 5-6 ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ പുതിയ ആൾക്കാർ ഇവരെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇവരത്തെ കോൺടാക്റ്റിന് എത്തുന്ന അലാറം വെച്ചിട്ട് ആ ടൈമിലൊക്കെ എത്ര ഓരോരുത്തർ സംസാരിക്കുക. അതെന്തല്ലേ ഇവിടെ ഓരോരുത്തർ ഒരു കുടുംബം തന്നെ പോറ്റാൻ വേണ്ടി ഇത് ഭയങ്കര കഷ്ടപ്പെടുന്നു. പിന്നെ ഇതിൽ സിംഗിളായിട്ട് നടക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ചില്ല. ഇവരത് ഇങ്ങനെ ഒരുത്തി വന്നിട്ട് മാട്രിമോണി വഴിയൊക്കെ ഇങ്ങനെ പരസ്യമൊക്കെ കൊടുത്തിട്ട് ആരുമില്ല, ഓർഫനാണ്, അനാഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ചില ആളുകൾക്ക് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അവൾ അനാഥയാണല്ലേ, പാവല്ലേ, അവൾക്കൊരു ജീവിതം കൊടുത്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് കുറേ ടീംസ് ഉണ്ട്. അവരൊക്കെ ഇതിൽ പോയി ചാടുന്നതാണ് സാധ്യത. ഇങ്ങനെയുള്ള രേഷ്മയെ പോലുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ശരിക്കും അങ്ങനെ ആരും ഇല്ലാത്ത ഒരുത്തി, ജെനുവിനായ ഒരുത്തി ഉണ്ട് വിചാരിക്കുക, അവരെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നയിക്കാനോ ആൾക്കാർ മടിക്കും അല്ലേ. അപ്പോൾ ആൾക്കാർ സാധാരണ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നന്നായിട്ട് അന്വേഷിച്ച് അല്ലേ, വീട്ടിൽ അന്വേഷിച്ച്, വീട്ടുകാരില്ലെങ്കിൽ നാട്ടുകാരോട് അന്വേഷിച്ച്, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. ഇവർ ബീഹാറിൽ ഒരു സ്കൂളിൽ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര പല കല്യാണങ്ങൾ നടത്തിയിരുന്നത്. ചിലവരത്ത് പറഞ്ഞിരുന്നത് സംസ്കൃതം ടീച്ചറാണ്, PG സംസ്കൃതത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അല്ല നിങ്ങളാ സീനെന്ന് വെച്ചിട്ട് ഇവരെ വർത്താനൊക്കെ എങ്ങനെയില്ല, അയ്യോ ചേട്ടാ എനിക്ക് ആരുമില്ല ചേട്ടാ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും ഇവരെ വലകളിൽ വീഴാൻ ആളുകളുടെ ജീവിതം ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടമുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് കമൻറ്റുകൾ നോക്കട്ടോ. തുല്യത അങ്ങനെ വിവാഹ തട്ടിപ്പിലും തുല്യത എന്ന്. സ്വയം തൊഴിൽ കണ്ടുപിടിച്ചതിന് 2025 അവാർഡ് കൊടുക്കാമായിരുന്നു. ഗ്രീഷ്മ എല്ലാം കൊള്ളാം. ഇവരൊരു കമ്പനി CEO ആക്കാം, നല്ല മാനേജിങ് കപ്പാസിറ്റിന്ന്. നിത്യ കല്യാണി അത്ര മിടുക്കി, കൊല്ലംകാരൻ സൂപ്പർ, കൊല്ലമില്ലാതെ ഒന്നുമില്ല. 15 വിവാഹം കഴിച്ചവളെ 15ആലി എന്ന് വിളിക്കാമെന്ന്. വരന്മാരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും HIV ടെസ്റ്റ് നടത്തുന്ന ആഡംബര മന്ത്രി പിന്നെ ചിരി വരുവാന്ന്. കല്യാണരാമി അത്ര പുരാണത്തിലെ പാഞ്ചാലി ഇതിൽ വലിച്ചിടേണ്ട കാര്യമില്ലാതെ. പിന്നെ അവിടെ സ്ഥിരം തുറന്നിരിക്കുമല്ലേ, നല്ലൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്നു, വെറുതെ കളഞ്ഞത്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ PhD എടുക്കുമല്ലേ, ഇനി ഗവേഷണത്തിൻ്റെ ഭാഗമാണ്. ഇനി ഡോക്ടർ ഗ്രീഷ്മ ജയിലിൽ കിടന്നും ഗവേഷണം തുടരുമോ? സൂപ്പർ ലേഡി, ട്രിപ്പിൾ പാഞ്ചാലിയ. കേരളത്തിലെ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ സ്ത്രീകളെ കിട്ടുന്നില്ല എന്നുള്ള പരാതി പരിഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അറസ്റ്റ്. ആന്റണിയുടെ പേരമ്മയുടെ മോളാണോ? വളർത്തുകാൽ വെച്ച് അകത്ത് കയറാത്തത് കൊണ്ട് നല്ല കുട്ടീനെ. എന്ത് അനാഥമായിട്ട് ആരുമില്ല, വിവാഹമല്ലേ, കുറച്ച് ശ്രദ്ധിച്ച് തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അനാഥമായിട്ട് ആരുമില്ലെന്ന്, വിവാഹമല്ലേ, കുറച്ച് ശ്രദ്ധിച്ച് തീരുമാനം എടുക്കേണ്ടതായിരുന്നു. പുരുഷന്മാരുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. പിന്നെ ഗവേഷണമാണെങ്കിൽ കുട്ടി നിരപരാധിയാണ്, തേസി സമർപ്പിക്കുമ്പോൾ PhD കൊടുക്കണം പ്ലീസ്. പാഞ്ചാലി അല്ല 15ആലിന്ന്. അടുത്തത് ജെയിംസ്. Poor girl, had she not been caught, she would have filled the vacuum of girls by marrying all bachelors of Kerala. അതായത് പാവം പെണ്ണ്, അവളെ പിടികൂടിയിട്ടില്ലായിരുന്നെങ്കിൽ അവൾ ബാച്ചിലേഴ്സിന് പെണ്ണുങ്ങളെ കിട്ടില്ല എന്നല്ലേ പറഞ്ഞത് കേരളത്തിൽ.
അപ്പോൾ ആ ഒരു ശൂന്യത, ആ ഒരു വിടവ് നികത്തിയത് ബോയിങ് സിനിമ എന്ന്. ലോകാവസാനം വരും, ഉടനെ വൈദ്യ പരിശോധന നടത്തണമെന്ന്. എന്ത്? രേഷ്മ തെറ്റ് ചെയ്തില്ലല്ലോ, കളി ഓർമ്മ വരുമ്പോൾ കല്യാണം കഴിക്കുന്നു, അത് ആരായാലും തെറ്റല്ലോ എന്ന്. അവൾക്ക് ആനയെ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ആനയ്ക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. പഞ്ചായത്ത് മെമ്പർ ഒഴിച്ച് എല്ലാവരും പൊട്ടന്മാരാണോ? എയ്ഡ്സ് ഉണ്ടോ? യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, അവർ ടൈം, നോ യൂസ് ടു സൊസൈറ്റി ഇൻ എനി വേ എന്ന് പലരും പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? കുറേ വീഡിയോസിന് താഴെ, എൻ്റെ മാത്രമല്ല, കുറേ ഇതിന് താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പാഞ്ചാലി എന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല വിചാരിച്ചാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവുകയും അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവും, അത്രയേ ഉള്ളൂ. പാഞ്ചാലി എന്നത് ഉരുവാക്കപ്പെട്ട ഒരു ക്യാരക്ടർ. ദ്രൗപദി എന്നതിനർത്ഥം നീലം എന്നാണ്. ഇത് നട സ്ഥിരം തുറന്നിരിക്കുമല്ലേ. ഇവിടെ നീ ബാക്കി അങ്ങനെ എത്ര പേര് കെണി വീണു? 10 പറയപ്പെടുന്നത്. പക്ഷെ 10 മുകളിലുണ്ടെന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത്. ചിലര് ഈ മാനക്കേട് കൊണ്ട് ചിലരെല്ലാം മിക്കവാറുള്ളവരെല്ലാം മാനക്കേട് കൊണ്ട് പറയില്ല. അപ്പൊ 10 പേരെ വിവാഹം കഴിച്ച രേഷ്മ ഈ 10 പേരുമായിട്ട് ബന്ധം പുലർത്തി പോന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കണക്കൊക്കെ വെച്ചിട്ടാണ് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പൈസ ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകാൻ ഇനി സ്വർണവും അതും ഇതൊക്കെ ഇവര് ദരിദ്രയാണെന്ന് പറയുമ്പോ അവര് ഭർത്താക്കന്മാരെ തന്നെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത്. ആ സ്വർണ്ണമൊക്കെ പണയം വെച്ചും ഒക്കെ കിട്ടുന്ന തുകകളും എല്ലാം ഉണ്ട്. അതുകൊണ്ടൊരു നല്ലൊരു ലക്ഷറായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചു വന്നത്. അപ്പൊ ഇത് പിടിയിലാവുമെന്ന് അറിഞ്ഞില്ല. അവിടെ ഈ ഇത്തരത്തിലൊരു ഇവര് ആദ്യം കല്യാണം കഴിച്ച ഒരാളുടെ അടുത്ത് ഇവർക്ക് 30 വയസ്സല്ലേ കിട്ടും. 2014 എന്തോടെ ആദ്യത്തെ കല്യാണം എന്ന് വെച്ചാൽ 20ാമത്തെ വയസ്സിലല്ലേ, 19-20 വയസ്സിൽ. അവർ 4 വർഷം ആ ചെങ്ങയുടെ കൂടെ ജീവിച്ചു. 4 വർഷം ജീവിച്ചു. പിന്നീടാണ് ഇതൊരു തട്ടിപ്പായിട്ട് കല്യാണത്തെ കാണാമെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ട് പിന്നെ ഫുള്ള് തട്ടിപ്പായിരുന്നു. പക്ഷെ എന്തല്ലേ, ഇതിന് ഒരു സ്ട്രോങ് ആയ റീസൺ ഉണ്ടാവില്ലേ? ഞാൻ അത് ആലോചിക്കണം. ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് ആയ റീസൺ ഉണ്ടാവില്ലേ? എന്താ സംഭവം? ഇതിനൊരു ധൈര്യമില്ല. ഇതിന് പിന്നെ ഇവരൊറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുമോ? ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ പുറത്തു വന്നത്. ഇപ്പൊ ഏകദേശം 4-5 പേർക്ക് വിവാഹം വാഗ്ദാനവും നൽകിയിട്ടുണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പം വലിയൊരു തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നുള്ളതാണ്. കാരണം ഈ 30 വയസ്സിനുള്ളിൽ ഇത്രയും വിവാഹ വാഗ്ദാനം നൽകുക, മാട്രിമോണിയൽ വഴി ഓരോരുത്തരുടെ നമ്പർ എടുത്ത് അവരെ വിളിച്ച് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകുക, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതായത് ഈ പുരുഷന്മാരെ ഈ പ്രണയബന്ധത്തിൽ പെടുത്തുക. അപ്പൊ അവര് പ്രണയബന്ധത്തിൽ ഇരിക്കുമ്പോ പ്രണയിനി പറയുന്നതെല്ലാം കണ്ണുടച്ചങ്ങ് വിശ്വസിക്കുക. അവർക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക. ആ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകും. നമ്മൾ ഈ പുരാണത്തിൽ 5 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയെ പാഞ്ചാലി എന്ന് വിശേഷിപ്പിച്ചു. ഈ 10-15 ഉള്ളതിനെയൊക്കെ പറയാൻ വാക്കുകളില്ല. ഏതായാലും നാഗേന്ദ്രന്റെ ഹണിമൂൺ എന്ന് പറഞ്ഞൊരു മലയാളത്തിൽ ഇറങ്ങിയ ഒരു വെബ് സീരീസ് സുരാജ് വെഞ്ഞാറമുണ്ട്. ഓരോ സ്ഥലത്ത് പോയി വിവാഹ തട്ടിപ്പ് നടത്തുന്നു. അപ്പൊ അതിനെ വെല്ലുന്ന ഒരു ഇതാണ്. കാരണം അതില് സുരാജ് 6-7 വിവാഹങ്ങളാണ് കഴിച്ചത്. ഇത് പക്ഷെ അത്രയല്ല, ഇത് ഒരുപാട് വിവാഹങ്ങൾ കഴിക്കുന്നു. പിന്നെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഇവരുടെ ഒരു പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ പോലീസിനോട് സമ്മതിച്ചത് പ്രകാരമാണ് ഈ 15ഓളം വിവാഹങ്ങള് കാണിക്കുന്നത്. ഒരു പക്ഷെ അതിൽ കൂടുതലും ഉണ്ടാകാം. മണിച്ചന്റെ ഡയറി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പ്രമാദമായൊരു സംഘടന. അതേപോലെ രേഷ്മയുടെ ഡയറി ഒന്ന് പരിശോധിച്ച് നമ്പരൊക്കെ കിട്ടും. രേഷ്മ പോലീസിനോട് പറഞ്ഞത് എന്നെ പുറത്തു വിടരുത്, അട്ടക്കുളങ്ങര ജയിലിൽ തന്നെ ഇടണം, കാരണം ഞാനിനി പുറത്തിറങ്ങിയാൽ വീണ്ടും പ്രശ്നമാണ്, സാമൂഹ്യ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഇതൊരു വലിയ കൗതുകം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത്രയധികം പുരുഷന്മാരെ വഞ്ചിച്ചു. അല്ലെങ്കിൽ ഓരോരുത്തർക്ക്, ചിലർക്ക് ഭക്ഷണത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാവും, ചിലർക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവില്ല. ഇത് കല്യാണം കഴിക്കാൻ വല്ലാണ്ട് താല്പര്യമല്ലേ? ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകൾ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളില്ലേ? അപ്പോൾ ഇവർ മൾട്ടിപ്പിൾ കല്യാണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളോ? ഇത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കോച്ചുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ഒരു പാഠ്യവിഷയമായിട്ട് ഒരു എടുക്കാൻ തോന്നുന്നു രേഷ്മയുടെ കേസ്. ചൊല്ലുണ്ടല്ലോ, ഈ പെണ്ണ് തുനിഞ്ഞാൽ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള വാർത്തകൾ വളരെ അപൂർവമായിട്ട്, ഒരു കാണക്കാരി സ്വദേശി കോട്ടയം, അവരിതുപോലെ ഒരു 3-4 വിവാഹങ്ങൾ ചെയ്തത് എനിക്ക് വലിയ വാർത്തയായിരുന്നു. അവരെ പിടിയിലായി അന്ന് മാധ്യമങ്ങളടക്കം എല്ലാവരും വാർത്ത ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം പുരുഷന്മാർ ഒരുപാട് വിവാഹ തട്ടിപ്പ് നമ്മൾ മിക്കവാറും പത്രങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഒരു സ്ത്രീ ഇത്രയധികം വിവാഹങ്ങൾ കഴിക്കുക, ഇത്രയും പേരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവമാണ്. അല്ല ഗൈസ്, അപ്പോൾ വീഡിയോ എടുക്കണം. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം?
അതായത് എന്ത് അഭിപ്രായമല്ലേ, ഒരാൾക്ക് എത്ര കല്യാണം കഴിക്കാമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അത് നോക്കട്ടെ ഈ വിഷയം കൂടി. ഒരാൾക്ക് ഒരു പെണ്ണിന് എത്ര കല്യാണം കഴിക്കാമെന്നാണ്, വിവാഹം കഴിക്കാമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ പലരും പറഞ്ഞു ഇത്ര കല്യാണം കഴിച്ചാൽ പെണ്ണ് പോക്ക് കേസാണെന്നാണ് പറയണത്. ഈ തട്ടിപ്പ് നടത്തിയതിനെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരുത്തി 10 കല്യാണം കഴിച്ചു, നിയമപരമായിട്ട് 10 കല്യാണം കഴിച്ച് വിചാരിക്കുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയുള്ള ഒരുത്തിനെ ആ ഒരുത്തിയോടുള്ള നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അവളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും? ഒരുത്തി 10 കല്യാണം കഴിച്ച് വിചാരിക്കുക നിയമപരമായിട്ട്,